ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രെയിനിലൊരു യാത്രയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഈ ബസ്സുകളിലാണ് യാത്ര, KSRTCയിലും പ്രൈവറ്റ് ബസ്സിലൊക്കെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് എറണാകുളം വരെയാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലാട്ടെ ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 8 മണിക്കാണ് വണ്ടി വരിക. ഇപ്പോൾ 7:45 ഉള്ളൂ. അപ്പോൾ വണ്ടി നേരത്തെ വരുമെന്ന് അറിയില്ല, കാരണം വൈകുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ മധുരൈ എക്സ്പ്രസ്സും പിന്നെ ആലപ്പുഴ എക്സ്പ്രസ്സൊക്കെ, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സൊക്കെ പുറകിലുണ്ട്. പിന്നെ മംഗള ലക്ഷദ്വീപ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ട്രെയിനൊക്കെ മുന്നിലുള്ളതുകൊണ്ട് നമ്മുടെ ട്രെയിൻ വൈകുമെന്ന് തോന്നണേ. നോക്കാം നമുക്ക്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാ കാണുന്ന വണ്ടി ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആട്ടാ. ഫുൾ ജനറൽ കോച്ചായിട്ട് എക്സ്പ്രസ് ട്രെയിൻ ആട്ടോ. പക്ഷേ ഇതൊരു 11:30 ഈ റേഞ്ചിൽ നിലമ്പൂർ ഇത് എത്തിച്ചേരും കേട്ടോ. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ഈ വണ്ടിക്ക് റൈഡ് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ അത് ഇന്നലത്തെ നാഗർകോവിൽ നിന്ന് കോട്ടയത്തോട്ട് വന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട്. അതിൻ്റെ റേക്ക് വെച്ചിട്ടാണ് ഇവർ പിറ്റേ ദിവസം കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആയിട്ട് ഇത് ഓടിക്കുന്നത്. അതുമാത്രം ഇത് പിന്നെ കോട്ടയത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ, അങ്ങനെ പല റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ്. ഇഷ്ടംപോലെ റേക്ക് ഷെയറിംഗ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇവിടെ എത്തുമ്പോൾ, ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഇവിടെ എത്തുമ്പോൾ ഒരു 8:30 ആവും. ഇവിടെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 8 മണിക്കാണ് ഈ വണ്ടി ചാലക്കുടി എത്തേണ്ടത്. ഒരു 9:04 ഇത് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും. പക്ഷേ ഇന്ന് ഈ വണ്ടി 8:30 ആവും. കാരണം ഇന്ന് നമ്മുടെ മധുരൈ എക്സ്പ്രസ് ഉണ്ട്, ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന മധുരൈ എക്സ്പ്രസ്, പിന്നെ ചെന്നൈയിൽ നിന്ന് വരുന്ന ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, പിന്നെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ഇതൊക്കെ വണ്ടി ലേറ്റാണ്. അപ്പോൾ ഇതിനൊക്കെ കയറ്റി വിട്ടിട്ട് ഈ പാസഞ്ചറിനെ കയറ്റി വിടുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും, 8:30 ആവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാലക്കുടി സ്കിപ്പ് ചെയ്തുകൊണ്ട് ട്രെയിൻ നമ്പർ 18190 എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ആട്ടാ. ഇത് അത്യാവശ്യം വൃത്തിയുള്ള ട്രെയിനാട്ടോ. ജാർഖണ്ഡിലോട്ട് പോകുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ധൻബാദ് എക്സ്പ്രസ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓൺ ടൈമിൽ ഓടുന്നൊരു എക്സ്പ്രസ് ട്രെയിൻ ആട്ടാ. അങ്ങനെ അധികം ലേറ്റ് ആയിട്ടില്ല ഈ വണ്ടി. ഈ എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് പാലക്കാട് 10 മണിക്ക് ഈ വണ്ടി എത്തിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എറണാകുളം ടാറ്റ നഗറിന് ഈ ചാലക്കുടിയിലൊക്കെ ഒന്ന് സ്റ്റോപ്പ് കൊടുത്തൂടെ? ഇവിടെയുള്ളവർക്ക് ഒരു ഉപകാരമായിരിക്കും. തൃശ്ശൂർ പോകാനൊക്കെ എന്ത് ഉപകാരമാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെയൊന്നും അധികം ട്രെയിനുകളില്ല. പരിശ്രമം കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊക്കെയാണ് ട്രെയിനുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് വളരെ മോശമായിപ്പോയി. കാരണം 8 മണിക്ക് വരേണ്ട വണ്ടി 8:30 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ലേറ്റായ വണ്ടിയൊക്കെ അതിൽ കറക്റ്റായിട്ട് ഓടിക്കുക, അങ്ങനെ ചെയ്യുക. ഇതൊരുമാതിരി. പിന്നെ എനിക്കറിയില്ല, ചിലപ്പോൾ മഴയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഈ വണ്ടികളൊക്കെ ലേറ്റാണ് വന്നത്. അപ്പോൾ ഈ പാസഞ്ചർ ട്രെയിനൊക്കെ മാക്സിമം ഒന്ന് ഓൺ ടൈമിൽ ഓടിക്കുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ഇവിടുന്ന് 8:30 ഈ വണ്ടി വരുമ്പോൾ എറണാകുളം എത്തുമ്പോൾ 10 മണിയാവും മിക്കതും. നമ്മൾ ട്രെയിൻ വന്നു, കയറി. അപ്പോൾ സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല, ഈ വണ്ടി എന്തായാലും 10 മണിയൊക്കെ ആവും എറണാകുളം എത്താൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എറണാകുളത്തോട്ട് 1 മണിക്കൂർ യാത്ര മതി. പക്ഷേ ഇതിങ്ങനെ 1.5 മണിക്കൂർ ആക്കണേണ് റെയിൽവേ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്തിക്കാം ഈ പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി പുറപ്പെട്ടു. എൻ്റെ പൊന്നോ, ഈ ഇവിടുത്തെ ബാത്റൂമിലെ ഡോറും അടക്കാൻ പറ്റുള്ള. അതുമാത്രമല്ല, എനിക്കൊന്നും ഈ ബാത്റൂമൊന്നും ക്ലീൻ ചെയ്തിട്ട് പോലുമില്ല. എന്താണ് റെയിൽവേ ഇങ്ങനെ? ഈ പാസഞ്ചർ ട്രെയിനിന് ഒരു വില കൊടുക്ക്. എപ്പോഴും ഈ വന്ദേ ഭാരതും
പിന്നെ ഈ പ്രീമിയം ട്രെയിന് മാത്രം വില കൊടുക്കാതെ പാസഞ്ചർ ട്രെയിനും വില കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടാമത്തെ സ്റ്റോപ്പായ ഡിവൈൻ നഗറിൽ എത്തിയിരിക്കുക കേട്ടോ. ഞാൻ കയറിയിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പ് ഇട്ടാ. അപ്പോൾ കുറച്ച് പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആൾക്കാരുകൾ ഇറങ്ങും. കാരണം ഈ ഗുരുവായൂരിൽ രാവിലെ പുറപ്പെടുന്ന വണ്ടിയില്ല. അതുമാത്രമല്ല, ഇത് പാസഞ്ചർ വണ്ടി ആയതുകൊണ്ട് പൈസയും കുറവാണ്. ഏകദേശം ഇവിടെ നിന്നൊരു 10 രൂപയോ 20 രൂപ എന്തോ മിനിമം കൊടുത്താൽ മതി ഡിവൈൻ നഗർ വരെയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ഡിവൈൻ നഗറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കോച്ച് എന്ന് പറയുന്നത് ICF കോച്ചാണ്, LHB കോച്ചല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. വളരെ പഴക്കം ചേർന്ന കോച്ചുകളാണ് ഈ കോച്ച് പല ട്രെയിനുകൾക്കുള്ളത്, നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ്സിനും ഗുരുവായൂർ പാസഞ്ചറിനൊക്കെ. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ചാലക്കുടിയിൽ നിന്ന് എറണാകുളം വരെ 10 രൂപയാണ് ആയത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്, അതുകൊണ്ടാണ് ടിക്കറ്റിൽ 20 രൂപ എന്ന് കണ്ടത്. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് ഈ വണ്ടി ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വണ്ടി 10 മണിയാവും എറണാകുളം ജംഗ്ഷനിലെത്താൻ. അപ്പോൾ റെയിൽവേ ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്ന് ഓൺ ടൈമിലൊന്ന് ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കൊരട്ടി അങ്ങാടി എത്തിയിരിക്കുക കേട്ടോ. 8:39 കൊരട്ടി അങ്ങാടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2-3 ആൾക്കാർ കയറാനുണ്ടാവും കേട്ടോ. കാരണം ഇത് ഇത്തിരി പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ടേ പൈസ കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ആൾക്കാർ ഇതിലായിരിക്കും യാത്ര ചെയ്യുക. അപ്പോൾ അതുമാത്രമല്ല, കംഫോർട്ടായിട്ട് ഇരുന്ന് പോവാം. തിരക്കാണെങ്കിൽ നിൽക്കേണ്ടി വരും. ഇപ്പോൾ സീറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കൊരട്ടി അങ്ങാടി നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടോ. 8:40 1 മിനിറ്റിന് ശേഷം. അപ്പോൾ ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പും ഉണ്ട്. അതുമാത്രമല്ല, ഒരു മിനിറ്റ് എന്തോ ഉള്ളൂ. ആകെ മെയിൻ സ്റ്റോപ്പുകളിലൊക്കെയാണ് 2 മിനിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഏതാ? കറുകുറ്റിയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 56313. ഇതാണ് ഇതിൻ്റെ ട്രെയിൻ നമ്പർ. അപ്പോൾ ഇത് ഗുരുവായൂരിൽ നിന്ന് 6:50 പുറപ്പെട്ട് എറണാകുളം ജംഗ്ഷനിൽ 9:25 എത്തിച്ചേരേണ്ടത്. പക്ഷേ ഇന്ന് എന്തായാലും 10 മണിയാവും. അപ്പോൾ ചില സമയത്ത് ഈ ആലപ്പുഴ എക്സ്പ്രസ്സും നമ്മുടെ മംഗള ലക്ഷദ്വീപൊക്കെ ലേറ്റ് ആവുമ്പോൾ, മധുര എക്സ്പ്രസ്സൊക്കെ ലേറ്റ് ആകുമ്പോൾ ഈ പാസഞ്ചർ ട്രെയിനിനെ ഇവർ പിടിച്ചിടും. അപ്പോൾ അതുകൊണ്ട് 10 മണി വരെ അങ്ങനെ പോകാറുള്ളൂ. അതിനും കൂടുതലൊന്നും അത്ര ലേറ്റ് ആവാറില്ല കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഈ വണ്ടി എന്ന് പറയുന്നത് ഇന്നലെ 7:40 വൈകിട്ട് എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലെത്തിയ ഈ റേക്ക് വെച്ചാണ് അടുത്ത ദിവസം ഇവർ ഗുരുവായൂർ എറണാകുളം സർവീസായിട്ട് നടത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ 8:46 കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും കേട്ടോ ഈ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ. അപ്പോൾ ഈ പാസഞ്ചർ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് 4-5 മണിക്കൂറൊക്കെ ഇരുന്നൊരു ഫീലിംഗ് വരും. കാരണം ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഓരോയിടത്തും നിർത്തിയാണല്ലോ ഈ വണ്ടി പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ വരും. അതാണ് ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ നാടെന്ന് പറയുന്നത് ചാലക്കുടിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്, ഈ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ എണ്ണം. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ്സിനെ പറ്റി പറഞ്ഞു. ഈ വണ്ടി 7:15 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടും. ഈ വണ്ടി 10:05 പാലക്കാട് എത്തിച്ചേർന്നാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര നേരമൊന്നും വേണ്ട. ശരിക്കും ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയണത് 9:15 9:45 അല്ലെങ്കിൽ 9:30 ഈ വണ്ടി എത്തിച്ചേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കുറേ ടൈം ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്ക്, ഇപ്പോൾ ഈ ടാറ്റ നഗറിന് ഇതുപോലത്തെ വണ്ടികൾ ഈ ചാലക്കുടിയിൽ ഒന്ന് സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും.
ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് സ്റ്റോപ്പ് കൊടുത്ത് നോക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടോ. 8:55 അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ശരിക്കും പറഞ്ഞാലേ ഈ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിന് 1 മണിക്കൂറൊക്കെ മതി ഈ ചാലക്കുടിയിൽ നിന്ന് എറണാകുളം വരെ. എറണാകുളം വരെ 1 മണിക്കൂർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 മണിക്കൂറൊന്നും വേണ്ട, 3/4 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ എത്താം. പക്ഷേ ഈ പിടിച്ചിടൽ കാരണമാണ് പ്രശ്നം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുമാത്രമല്ല, ഈ ട്രെയിനുകൾക്ക് ഇപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകളായാലും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലായാലും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് കൊടുക്കും. പക്ഷേ ആവശ്യമുള്ളിടത്തൊന്നും ഇത് സ്റ്റോപ്പും കൊടുക്കില്ല. ഇപ്പോൾ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആണെങ്കിൽ ഇവിടെ ഉടനെ ചാലക്കുടിയിലൊന്ന് സ്റ്റോപ്പ് കൊടുക്കാം. ഈ എറണാകുളം ധൻബാദ് എക്സ്പ്രസ് ആലപ്പുഴ ധൻബാദ് ആണെങ്കിൽ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ അഭിജിത്ത് ഭക്തൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. എല്ലായിടത്തും സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാകെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. അപ്പോൾ ഈ ആലുവ തൃശ്ശൂരുടെ ഇടയിൽ ചാലക്കുടിയിലൊന്ന് പരീക്ഷണ ഘട്ടത്തിൽ സ്റ്റോപ്പ് കൊടുക്ക്. എൻ്റെ ഒരു അഭിപ്രായമാണ്, കേൾക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ 9:08 ആലുവ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ എത്തണ്ടേന്നറിയോ? പക്ഷേ എന്ത് പറയാനാണ്, ഈ എക്സ്പ്രസ് ട്രെയിനുകളും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ ലേറ്റായിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസഞ്ചർ ട്രെയിനുകൾക്ക് പണിയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ പാസഞ്ചർ ട്രെയിനൊക്കെ ഓൺ ടൈമിലൊക്കെ ഓടിക്കും, ചില സമയത്ത് ഓൺ ടൈമിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ 9:11 അപ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഈ വണ്ടിക്ക് കളമശ്ശേരി മാത്രം സ്റ്റോപ്പില്ല, ബാക്കി എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എടപ്പള്ളിയാണ്. അത് കഴിഞ്ഞ് എറണാകുളം ടൗണ്. കളമശ്ശേരി സ്റ്റോപ്പില്ല. അതെന്താണെന്നറിയില്ല, എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ലേറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മഴയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലയിടത്തും പല കുഴപ്പങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇനി മഴക്കാലത്ത് വണ്ടികളൊന്നും ഓൺ ടൈമിൽ ഓടാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താ പറയുക, മഴയിൽ വല്ല മണ്ണിടിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാസഞ്ചർ ട്രെയിനെയും ബാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടി റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിലോട്ട് കടക്കുന്നില്ല, ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ വണ്ടിക്ക് എറണാകുളം കൊല്ലം പാസഞ്ചറായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. പിന്നെ എറണാകുളം കായംകുളം എക്സ്പ്രസ് ആയിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ഇത് രണ്ടും സർവീസായിട്ടാണ്. പിന്നെ എറണാകുളം ആലപ്പുഴയായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. എറണാകുളം ഗുരുവായൂരായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ഗുരുവായൂർ തൃശ്ശൂരായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. അങ്ങനെ ഈ റേക്ക് വെച്ച് ഇത്രയും സർവീസുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സർവീസ് വരുമോയെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഈ പഴയ ജനശതാബ്ദി വെച്ച് കോച്ചുകൾ ഓടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇതിൽ ആഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്ക് ആകെ ഇത്ര അറിയുള്ളൂ. അപ്പോൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്ത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ 9:34 ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി 9:25 എറണാകുളം ജംഗ്ഷൻ എത്തേണ്ടതാണ്. അപ്പോൾ ലേറ്റായി, ഇന്ന് 9:34 അപ്പോൾ നമ്മുടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വേനാട് എക്സ്പ്രസ് വരും കോട്ടയം ഭാഗത്തുനിന്ന്. അപ്പോൾ ആ വണ്ടി വന്നാലേ നമ്മുടെ വണ്ടീനെ വിടുകയുള്ളൂ. ലേറ്റ് ആവുമോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ 9:42 ഞാൻ നേരത്തെ പറഞ്ഞ വേനാട് എക്സ്പ്രസ് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ വേനാട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ കയറി അപ്പോഴാണ് നമ്മുടെ വണ്ടീനെ വിട്ടത്.
ഇനി വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷനാണ് കേട്ടോ അടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10 മണിയാവും മിക്കതും. കാരണം വണ്ടി അവിടെ എത്തുമ്പോൾ എന്തായാലും ഉരുട്ടിയേ പോവുള്ളൂ. എത്താറായില്ല, അപ്പോൾ അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ കോട്ടയം ലൈൻ. കോട്ടയത്തോട്ട് പോകുന്ന ലൈൻ ഇതാണ് കേട്ടോ. അപ്പോൾ വേനാട് എക്സ്പ്രസ്സൊക്കെ അങ്ങനെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി നേരെ എറണാകുളം ജംഗ്ഷനിലോട്ട്. ഇത് ഡബിൾ ട്രാക്കാണ്. ഇപ്പോൾ ഈ ആലപ്പുഴ അവിടെയൊക്കെ എന്ന് ഡബിൾ ട്രാക്ക് ആവുമോയെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് ആയിരുന്നെങ്കിൽ, കാരണം ഈ ആലപ്പുഴ റൂട്ട് എന്ന് പറയുന്നത് ഈ വളവൊന്നുമില്ല, സ്ട്രെയിറ്റ് ആണ് കൂടുതൽ. പക്ഷേ ഈ കോട്ടയം റൂട്ട് ഫുൾ വളവാണ് കൂടുതലും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ 9:50 ആയപ്പോൾ എത്തിയിരിക്കുക കേട്ടോ. 9:50. അപ്പോൾ ഈ വണ്ടി ഇന്ന് എറണാകുളം ആലപ്പുഴ പാസഞ്ചറായിട്ട് ഈ വണ്ടി ഇന്ന് പോകട്ടാ. അപ്പോൾ നാളെ ഈ വണ്ടി എറണാകുളം ഗുരുവായൂർ പാസഞ്ചറായിട്ട് രാവിലെ 6:10 ഇത് നേരെ ഗുരുവായൂരും പോകും. അങ്ങനെയും തോന്നുന്നു ഇതിൻ്റെ റേറ്റ് ഷെയറിങ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഷെയറിങ് കൂടുതലായിട്ട് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ കൂടുതലും സർവീസുകൾ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം കൊല്ലം, എറണാകുളം കായംകുളം, ഇതൊക്കെ അത് മെമ്മു സർവീസായിട്ടാണ് നേരത്തെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ അത് ഈ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിനോട് കൂടെ റേറ്റ് ഷെയറിങ് ആക്കി വെച്ചിരിക്കുക. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.